എന്നാണ്ട് വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് കാച്ചിയമോര് ഉണ്ടാക്കാം കേട്ടോ. ഒരു സിമ്പിൾ ആയിട്ടുള്ള കാച്ചിയമോര് നമ്മളെല്ലാവരും വീടുകളിൽ ഉണ്ടാക്കുന്നത് തന്നെ. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ്. ഈ കാച്ചിയമോരും ഒരു പപ്പടവും ഇച്ചിരി മീൻ വറുത്തതും ചോറും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. എനിക്കിഷ്ടമുള്ളൊരു കോമ്പിനേഷൻ ആണേ. നിങ്ങൾക്ക് കാച്ചിയമോറിൻ്റെ കൂടെ ഇഷ്ടമുള്ള കോമ്പിനേഷൻസ് ഏതൊക്കെയാണെന്ന് പറയട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? I am Akshya and welcome to Akshaya's Cameo. അപ്പോൾ കാച്ചിയമോര് ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാവേ. തൈര്, ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് വിപ്പ് ചെയ്തെടുത്താണേ. വെളിച്ചെണ്ണ, കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില, മഞ്ഞപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയാണ് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. കടുക് ഉലുവയും പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഒരു 3-4 എണ്ണം ഇടാം കേട്ടോ. കറിവേപ്പില 1-2 ഇതുപോലെ. ഒരു ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെളുത്തുള്ളി ഇടാം. 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഒരു 2 പച്ചമുളക് ഇതുപോലെ നീളത്തിലൊന്ന് കീറിയത് വഴറ്റിയെടുക്കാവേ. അങ്ങനെ ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. തീയൊക്കെ ഏറ്റവും കുറച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കണേ. വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് വെച്ച് എന്നിട്ട് വേണം തൈരൊക്കെ ചേർത്ത് കൊടുക്കാൻ, അല്ലെ പിരിഞ്ഞു പോവും. സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാത്തവരൊക്കെ ആണെങ്കിൽ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാവേ. എന്നിട്ട് ഇച്ചിരി ഒന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഒഴിച്ച ഉടനെ അങ്ങ് പിരിഞ്ഞു പോകും. തൈര് ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 കപ്പ് തൈരുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. എനിക്ക് അധികം വെള്ളമുള്ളത് ഇഷ്ടമല്ല. ഈ ഒരു പരുവത്തിരിക്കും. നിങ്ങൾക്ക് നല്ല വെള്ളം പോലൊക്കെ വേണമെങ്കിൽ 1 കപ്പോ 1/2 കപ്പോ ഒക്കെ വെള്ളം ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ എണ്ണയുടെ ചൂട് കൊണ്ട് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ ഈ ചട്ടിയുടെ ചൂട് തന്നെ ഉണ്ടാവും കേട്ടോ. ആ ഒരു ചൂട് മതി, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വിട്ട് ചെറു ചൂടൊന്നാക്കണം. അപ്പോഴത്തേനും മോര് കാച്ചിയത് റെഡിയാവും. ഇനി അവസാനമായിട്ട് നമുക്ക് ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 പിഞ്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 പിഞ്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാച്ചിയമോര് റെഡി. ഒട്ടും പിരിഞ്ഞൊന്നും പോയിട്ടില്ല, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്കിഷ്ടമുള്ള ഒരു കൺസിസ്റ്റൻസിയാണേ. അങ്ങനെ നമ്മുടെ കാച്ചിയമോര് റെഡി ആയിട്ടുണ്ട്. പിരിഞ്ഞു പോവാതെ മാത്രം നോക്കണം. അധികം ലൂസായി വെള്ളം പോലെ ആവാതെ കുറച്ച് തിക്കായിട്ടുള്ള കാച്ചിയമോരാണ് കേട്ടോ എനിക്കിഷ്ടം. വെള്ളം പോലെ കുടിക്കാൻ ഇഷ്ടമുള്ളവരും ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കൊടുക്കാം.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയയ്ക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.